നമസ്കാരം. ദൃഢത്തിലേക്ക് സ്വാഗതം. മധ്യേഷ്യയിൽ നിന്ന് ഉടൻ മടങ്ങാൻ അമേരിക്ക തങ്ങളുടെ പൗരന്മാരോട് നിർദ്ദേശിച്ചതോടെ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷാവസ്ഥയെക്കുറിച്ചും പാകിസ്ഥാനിൽ പർവ്വതാരോഹകൻ നിർമ്മൽ പുർജയുടെ ദാരുണമായ വിയോഗത്തെക്കുറിച്ചുമുള്ള വാർത്തകളാണ് ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൊറോക്കോ അതിർത്തിയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ നാട്ടിലേക്ക് മടങ്ങുന്ന വാർത്തയോടെ നമുക്ക് തുടക്കം കുറിക്കാം. സ്പെയിനിന്റെ അധീനതയിലുള്ള സ്യൂട്ട അതിർത്തിയിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകൾ മടക്കയാത്ര തുടങ്ങി. മൊറോക്കൻ നഗരമായ ഫ്നിഡക്കിലേക്കുള്ള ഇവരുടെ മടക്കം അധികൃതരുടെ നേതൃത്വത്തിൽ വലിയ തോതിലാണ് നടക്കുന്നത്. വെള്ളിയാഴ്ച ആരംഭിച്ച ഈ നടപടി ശനിയാഴ്ചയും തുടർന്നതായി അൽ ജസീര റിപ്പോർട്ട് ചെയ്യുന്നു. അതിർത്തി മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റുന്നതിനായി പ്രത്യേക ബസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആഴ്ചയുടെ തുടക്കത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അതിർത്തി കടന്നെത്തിയതിനെ തുടർന്നുണ്ടായ വലിയ സമ്മർദ്ദത്തിനു ശേഷമാണ് ഈ മടക്കയാത്ര. മൊറോക്കൻ അതിർത്തിയിലേക്കുള്ള ഇവരുടെ മടക്കം ക്രമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രാദേശിക ഉദ്യോഗസ്ഥരും സുരക്ഷാ സേനയും രംഗത്തുണ്ട്. അതിർത്തിയിലെ സാഹചര്യം ഇപ്പോഴും നിരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും നിലവിലെ നടപടികൾ സംഘർഷം കുറയ്ക്കുന്നതിന്റെ സൂചനയാണ്. മാനുഷിക സംഘടനകളും സർക്കാർ ഏജൻസികളും ഈ പ്രക്രിയ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ബസുകൾ തുടർച്ചയായി പുറപ്പെടുന്നതോടെ മേഖലയിൽ സ്ഥിതിഗതികൾ ശാന്തമാക്കാനും ഈ പ്രതിസന്ധിക്ക് കാരണമായ ഘടകങ്ങൾ പരിഹരിക്കാനുമാണ് അധികൃതരുടെ ശ്രമം. ബാക്കിയുള്ളവരെ കൂടി വരും മണിക്കൂറുകളിൽ നാട്ടിലെത്തിക്കുമെന്നാണ് വിവരം. കൂടുതൽ വിവരങ്ങൾക്കായി ദൃഢമായി തുടരും. മധ്യേഷ്യയിലുള്ള അമേരിക്കൻ പൗരന്മാർ വാണിജ്യ വിമാനങ്ങൾ ലഭ്യമായിരിക്കുമ്പോൾ തന്നെ പ്രദേശം വിട്ടുപോകുന്നത് പരിഗണിക്കണമെന്ന് യുഎസ് മിഷൻ ഔദ്യോഗികമായി നിർദ്ദേശിച്ചു. ഓഗസ്റ്റ് 1 പുറത്തിറക്കിയ ഈ മാർഗനിർദ്ദേശത്തിൽ അവിടെ തുടരാൻ ആഗ്രഹിക്കുന്നവർ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നേരിടാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മേഖലയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളും യുദ്ധസാധ്യതയും കണക്കിലെടുത്താണ് ഈ മുന്നറിയിപ്പെന്ന് അൽ ജസീര റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ വാണിജ്യ വിമാന സർവീസുകൾ ലഭ്യമാണെങ്കിലും സാഹചര്യം പെട്ടെന്ന് മാറാൻ സാധ്യതയുള്ളതിനാൽ ഭാവിയിൽ വലിയ തോതിലുള്ള ഒഴിപ്പിക്കൽ നടപടികൾക്ക് യുഎസ് ഗവൺമെന്റിന് പരിമിതികൾ നേരിട്ടേക്കാമെന്നും മിഷൻ മുന്നറിയിപ്പ് നൽകുന്നു. പ്രാദേശിക മാധ്യമങ്ങൾ ശ്രദ്ധിക്കാനും അനാവശ്യ ശ്രദ്ധയിൽപ്പെടാതെയിരിക്കാനും യാത്രാരേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്താനും അമേരിക്കൻ പൗരന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കാൻ നയതന്ത്ര തലത്തിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും മധ്യേഷ്യയിലെ പല രാജ്യങ്ങളിലും സുരക്ഷാ സാഹചര്യം ഇപ്പോഴും അതീവ ഗുരുതരമാണെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിലയിരുത്തുന്നു. വാണിജ്യ വിമാന സർവീസുകൾ എത്രകാലം തുടരുമെന്നതിൽ വ്യക്തതയില്ലാത്ത സാഹചര്യത്തിലാണ് പൗരന്മാരോട് സുരക്ഷ മുൻനിർത്തി ഉടൻ തന്നെ യാത്രാ തീരുമാനങ്ങൾ എടുക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ധഡ്രതിനു വേണ്ടി റിപ്പോർട്ട്. മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ തുർക്കി, കുവൈറ്റ് വിദേശകാര്യമന്ത്രിമാരുമായി ഉന്നതതല ടെലിഫോൺ ചർച്ചകൾ നടത്തി. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും കൂടുതൽ അസ്ഥിരത ഒഴിവാക്കുന്നതിനുമുള്ള നയതന്ത്ര തന്ത്രങ്ങൾ ഏകോപിപ്പിക്കുന്നതിലാണ് ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് സൗദി ഗസറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. തുർക്കി വിദേശകാര്യമന്ത്രി ഹകൻ ഫിദാനുമായുള്ള സംഭാഷണത്തിനിടെ മേഖലയിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ പ്രിൻസ് ഫൈസൽ അവലോകനം ചെയ്തു. സംഘർഷം കുറയ്ക്കുന്നതിനായുള്ള അന്താരാഷ്ട്ര നയതന്ത്ര നീക്കങ്ങളെ പിന്തുണയ്ക്കേണ്ടതിന്റെ ആവശ്യകത ഇരുനേതാക്കളും ഊന്നിപ്പറഞ്ഞു. സാഹചര്യം ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ആശയവിനിമയ മാർഗങ്ങൾ സജീവമായി നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും ഇരുവരും എടുത്തുപറഞ്ഞു. ഇതിനുപുറമെ കുവൈറ്റ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ജാറ അൽ ജാബർ അൽ അഹമ്മദ് അൽ സബാഹുമായി പ്രിൻസ് ഫൈസൽ ഫോണിൽ സംസാരിച്ചു. പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഉഭയകക്ഷി ഏകോപനം തുടരേണ്ടതിന്റെ പ്രാധാന്യം ഇരുമന്ത്രിമാരും ആവർത്തിച്ചു വ്യക്തമാക്കി. നാവിഗേഷൻ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനും മേഖലയിൽ ദീർഘകാല സ്ഥിരത ഉറപ്പാക്കുന്നതിനുമുള്ള കൂട്ടായ പ്രതിബദ്ധതയായിരുന്നു ഇരു ചർച്ചകളിലെയും പ്രധാന വിഷയം. നിലവിലെ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാനും അപകടസാധ്യതകൾ കുറയ്ക്കാനും പ്രധാനപ്പെട്ട പ്രാദേശിക പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള സൗദിയുടെ വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നയതന്ത്ര നീക്കങ്ങൾ. മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിനും നയതന്ത്ര ഇടപെടലുകളിലൂടെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി സൗദി വിദേശകാര്യ മന്ത്രാലയം ഇത്തരം ചർച്ചകൾക്ക് മുൻഗണന നൽകുന്നത് തുടരുകയാണ്. ധഡ്രതിനു വേണ്ടി ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്കെതിരെ സമ്മർദ്ദം ശക്തമാകുന്നു. ഫിഫയുടെ നിലവിലെ നേതൃത്വത്തെക്കുറിച്ച് പൂർണ്ണവും സ്വതന്ത്രവുമായ ഒരു അവലോകനം വേണമെന്ന ആവശ്യവുമായി പ്രമുഖ ഫുട്ബോൾ ഭരണസമിതികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അൽ ജസീര റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം യൂറോപ്പ്, വടക്കേ അമേരിക്ക, മധ്യ അമേരിക്ക, കരീബിയൻ മേഖലകളിലെ സ്വാധീനമുള്ള കോൺഫെഡറേഷനുകൾ ഈ ആവശ്യത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ഫിഫയുടെ ആഭ്യന്തര ഭരണനിർവഹണത്തിലെ സുതാര്യതയില്ലായ്മയിലും ഇൻഫാന്റിനോയുടെ നേതൃത്വത്തിലുള്ള സംഘടനയുടെ പോക്കിലും ഈ സമിതികൾ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. തുടർച്ചയായുണ്ടായ വിവാദങ്ങളും ഫിഫയുടെ ഭരണരീതികളെയും തീരുമാനങ്ങളെയും കുറിച്ചുള്ള വിമർശനങ്ങളുമാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്.
തങ്ങളുടെ ആഭ്യന്തര സംവിധാനങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമാണെന്ന് ഫിഫ് അവകാശപ്പെടുമ്പോഴും വിവിധ പ്രാദേശിക ഭരണസമിതികളുടെ ഈ കൂട്ടായ നിലപാട് ആഗോള ഫുട്ബോൾ സമൂഹത്തിൽ വലിയൊരു വിള്ളൽ വീണുവെന്നതിന്റെ സൂചനയാണ്. സംഘടനയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാനും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സുതാര്യത ഉറപ്പാക്കാനും ഒരു മൂന്നാം കക്ഷി പരിശോധന അനിവാര്യമാണെന്ന് വിമർശകർ വാദിക്കുന്നു. മേൽനോട്ടം വേണമെന്ന ആവശ്യം ശക്തമാകുമ്പോൾ അംഗരാജ്യങ്ങൾക്കിടയിൽ സമവായം നിലനിർത്തുക എന്നത് ഫിഫ് നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. സ്വതന്ത്ര ഓഡിറ്റ് വേണമെന്ന ആവശ്യത്തോട് ഫിഫ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ ഫിഫ് നേതൃത്വത്തിന്റെ ഭാവി ഇപ്പോൾ കടുത്ത നിരീക്ഷണത്തിലാണ്. വേണ്ടി റിപ്പോർട്ട് ചെയ്ത് പാകിസ്ഥാനിലുണ്ടായ മഞ്ഞുവീഴ്ചയിൽ പ്രശസ്ത പർവ്വതാരോഹകൻ നിർമ്മൽ പുർജ അന്തരിച്ചതായി അദ്ദേഹത്തിന്റെ കമ്പനി അറിയിച്ചു. ഉയർന്ന പ്രദേശത്തേക്കുള്ള പര്യവേഷണത്തിനിടെയാണ് അപകടം സംഭവിച്ചത്. ആധുനിക പർവ്വതാരോഹണ രംഗത്തെ ഏറ്റവും പ്രശസ്തരായ വ്യക്തികളിൽ ഒരാളുടെ ദാരുണമായ അന്ത്യമാണിത്. അപകടം നടന്ന കൃത്യമായ സ്ഥലത്തെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പരിശോധിച്ചുവരികയാണെങ്കിലും അദ്ദേഹം മരണപ്പെട്ടതായി കമ്പനി ഇന്ന് സ്ഥിരീകരിച്ചു. 2019 ലോകത്തെ 8000 മീറ്ററിലധികം ഉയരമുള്ള 14 കൊടുമുടികളും വെറും 6 മാസത്തിനുള്ളിൽ കീഴടക്കി ചരിത്രം കുറിച്ചതോടെയാണ് നിർമ്മൽ പുർജ ആഗോളതലത്തിൽ ശ്രദ്ധേയനായത്. പ്രോജക്ട് പോസിബിൾ എന്നറിയപ്പെട്ട ഈ നേട്ടം മുൻപുള്ള എല്ലാ റെക്കോർഡുകളും തകർക്കുകയും ഈ കായികരംഗത്തെ ഒരു മുൻനിരക്കാരനായി അദ്ദേഹത്തെ ഉയർത്തുകയും ചെയ്തു. മുൻ ബ്രിട്ടീഷ് സ്പെഷ്യൽ ഫോഴ്സ് അംഗമായിരുന്ന പുർജ തന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിനും ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഭൂപ്രദേശങ്ങളെ കീഴടക്കാനുള്ള കഴിവിനും ഏറെ ആദരിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അന്താരാഷ്ട്ര പർവ്വതാരോഹണ സമൂഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു. മനുഷ്യന്റെ കഴിവിന്റെ അതിരുകൾ ഭേദിക്കുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ ഏവരും അനുസ്മരിക്കുന്നു. സംഭവത്തെ തുടർന്നുള്ള നടപടികൾക്കായി പാകിസ്ഥാനിലെ അധികൃതർ പ്രാദേശിക രക്ഷാപ്രവർത്തകരുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. റെക്കോർഡുകൾ തകർത്ത ഒരു കായികതാരത്തിന്റെ വിയോഗത്തിന്റെ വേദനയിലാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള പർവ്വതാരോഹകർ. വേണ്ടി റിപ്പോർട്ട്. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ തുടർച്ചയായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ജനവാസ മേഖലകൾക്കും നേരെ മോസ്കോ നടത്തുന്ന വ്യോമാക്രമണങ്ങളുടെ തീവ്രത വർദ്ധിച്ചുവരുന്നതിന്റെ സൂചനയാണിത്. തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുകയാണെന്നും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും BBC റിപ്പോർട്ട് ചെയ്യുന്നു. സമീപ ആഴ്ചകളിലെ ഏറ്റവും ശക്തമായ ആക്രമണമാണിതെന്ന് വിലയിരുത്തപ്പെടുന്ന ഈ സംഭവത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. അതിനിടെ കരിങ്കടലിൽ തന്ത്രപ്രധാനമായ ഒരു വിജയം കൈവരിച്ചതായി ഉക്രൈൻ സൈന്യം അവകാശപ്പെട്ടു. റഷ്യയുടെ ഒരു കണ്ടെയ്നർ കപ്പൽ തകർത്തതായാണ് കീവിന്റെ റിപ്പോർട്ട്. എന്നാൽ ഏത് കപ്പലാണ് തകർന്നതെന്നോ ആക്രമണത്തിന്റെ വിശദാംശങ്ങളോ സംബന്ധിച്ച സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. യുദ്ധം വിവിധ മേഖലകളിലേക്ക് വ്യാപിക്കുന്നതിന്റെയും കൂടുതൽ സങ്കീർണമാകുന്നതിന്റെയും തെളിവാണ് ഈ നാവിക ആക്രമണമെന്ന് BBC ചൂണ്ടിക്കാട്ടുന്നു. സമുദ്രമേഖലയിൽ ഉക്രൈൻ കൈവരിച്ച നേട്ടങ്ങൾക്കുള്ള മറുപടിയായാണ് റഷ്യയുടെ ഈ മിസൈൽ ആക്രമണങ്ങളെന്ന് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നു. യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ റഷ്യ കൂടുതൽ ആക്രമണാത്മകമായ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായാണ് സൂചന. വേണ്ടി റിപ്പോർട്ട്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിലനിൽക്കുന്ന എബോള വ്യാപനം രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പകർച്ചവ്യാധിയായി മാറിയെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. നിലവിലെ പകർച്ചവ്യാധി ആരംഭിച്ചതുമുതൽ 1587 പേർ വൈറസ് ബാധയെ തുടർന്ന് മരണപ്പെട്ടതായി ആരോഗ്യ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നു. മേഖലയിലുടനീളം വൈറസ് പടരുന്നത് തടയാൻ മെഡിക്കൽ സംഘങ്ങൾ പാടുപെടുന്നതിനാൽ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുകയാണ്. BBCയുടെ റിപ്പോർട്ട് പ്രകാരം ഈ വ്യാപനത്തിന്റെ വ്യാപ്തി മുൻകാല റെക്കോർഡുകളെല്ലാം മറികടന്നിരിക്കുകയാണ്. ഇത് അന്താരാഷ്ട്ര സഹായ സംഘടനകൾക്കും പ്രാദേശിക ആരോഗ്യ അധികൃതർക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അംഗീകൃത വാക്സിനുകളുടെയോ കൃത്യമായ ചികിത്സാ രീതികളുടെയോ അഭാവമാണ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നേരിടുന്ന പ്രധാന ആശങ്ക. ഇത് രോഗികളെ പരിചരിക്കുന്നതിനും വൈറസ് വ്യാപനം തടയുന്നതിനും വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കൃത്യമായ ചികിത്സാ മാർഗങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ കർശനമായ നിയന്ത്രണ തന്ത്രങ്ങളിലും പൊതുജനാരോഗ്യ ബോധവൽക്കരണത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. സ്ഥിതിഗതികൾ അവർ സൂക്ഷ്മമായി നിരീക്ഷിച്ചുവരികയാണ്. പ്രാദേശിക പ്രവർത്തനങ്ങളെ സഹായിക്കാൻ അന്താരാഷ്ട്ര സഹായങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലും ഉയർന്ന മരണനിരക്കും ഫലപ്രദമായ ചികിത്സാ രീതികളുടെ കുറവും മേഖലയിലെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് വലിയ സമ്മർദ്ദമാണ് നൽകുന്നത്. വൈറസ് കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലേക്ക് പടരാതിരിക്കാൻ രോഗികളുമായി സമ്പർക്കത്തിൽ വന്നവരെ കണ്ടെത്താനും പുതിയ കേസുകളെ ഐസൊലേറ്റ് ചെയ്യാനും അധികൃതർ അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വേണ്ടി ഇന്നത്തെ ആഗോള വാർത്തകളുടെ ഈ കൃത്യമായ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സംഭവങ്ങൾ നടക്കുമ്പോൾ തന്നെ അവയുടെ വസ്തുതകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്.
പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ സത്യസന്ധം